Very good. That is what Eka told, and everybody should tell like that. When I say good morning teacher എന്ന് പറയണം. Good morning. Good morning, teacher. ഒന്നും കൂടി. Good morning. Good morning, teacher. Wonderful. Now, today we are going to learn something new. But remember that whenever we are learning something, നമ്മൾ വല്ല കാര്യങ്ങൾ പുതിയത് പഠിക്കുകയാണെങ്കിൽ അത് രാത്രി വീട്ടിൽ പോയിട്ട് പ്രാക്ടീസ് ചെയ്യും. ടീച്ചർമാരും സ്കൂളിൽ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. നമ്മൾ എന്തിനാ പ്രാക്ടീസ് ചെയ്യണത്? പ്രാക്ടീസ് ചെയ്തിരിക്കാൻ നമ്മൾ മറക്കില്ല. We will never forget if you are practicing that. അല്ലെങ്കിൽ അങ്കിൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കും, അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യില്ല, അമ്മ അച്ഛൻ നോക്കില്ല, മുത്തശ്ശി പറഞ്ഞു തരില്ല, അത് വേസ്റ്റ് ഓഫ് ടൈം. അപ്പൊ അമ്മ അച്ഛൻ പറയണം, അച്ഛ അമ്മ വീഡിയോ നോക്കൂ, സുധീർ അങ്കിൾ വീഡിയോ ഇട്ടിട്ടുണ്ട്, ആ വീഡിയോ നോക്കിയിട്ട് എനിക്ക് പഠിപ്പിച്ചു തരണം പറഞ്ഞിട്ട്. റൈറ്റ് മാന? റൈറ്റ് ഋത്വിക്? ഗുഡ്. സോ അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത് സം കോമൺ ലെറ്റേഴ്സ്, വേർഡ്സ് ഇൻ ഇംഗ്ലീഷ്. മനസ്സിലായില്ലേ? അതിൽ ഒരു ലെറ്റർ നമ്മളിവിടെ എഴുതാൻ പോണത് എന്താണ്? EAR. EAR എന്ന് പറഞ്ഞാൽ എന്താണ്? ഇയർ. Where is your ear in your body? Can everybody touch the ear? Vihani, where is your ear? Yes. നമ്മൾ ഇതിനെന്താ പറയാ? ഇയർ. ഒരു ചെവിയെ പറഞ്ഞ ഇയർ. ഇവിടെ എസ് എന്നിട്ട് കഴിഞ്ഞാൽ എന്താവും? ഇയേഴ്സ്. അപ്പൊ എന്താണ്? രണ്ട് ചെവി. രണ്ട് ചെവി നമ്മൾ എന്താ പറയാ? ഇയേഴ്സ്. ഒരു ചെവി നമ്മൾ എന്താ പറയാ? ഇയർ. So if you have got 2 ears, you have got 1 ear. Right? If you are holding 1 ear, holding 2 ears. You have got 1 nose or 2 nose? 1 nose. ഒരു മൂക്കാണോ രണ്ട് മൂക്കാണോ വിഹാനിക്ക്? 1. വിഹാനി ഒരു മൂക്കോ രണ്ട് മൂക്കോ? 1. സഫീറയ്ക്ക് എത്ര മൂക്കുണ്ട്? ഒരു മൂക്കോ രണ്ട് മൂക്കോ? ഒന്നേ ഉള്ളൂ. വെരി ഗുഡ്. ഋത്വിക്ക്? മാനവൻ എത്ര മൂക്കുണ്ട്? ഒന്നേ ഉള്ളൂ. രണ്ട് വേണ്ടേ? വേണ്ട. ഓക്കെ, ഒന്ന്. സോ ദിസ് ഈസ് ഇയർ. അപ്പൊ നമ്മൾ എന്താ പഠിക്കാൻ പോണെന്ന്? വി ആർ ഗോയിങ് ടു ലേൺ സർട്ടൻ വേർഡ്സ് വിച്ച് ഈസ് ആഡഡ്. അപ്പൊ ഇതിന്റെ ഉമ്മർത്ത് നമ്മൾ ഒരു അക്ഷരം ആഡ് ചെയ്യും. വി വിൽ ബി ആഡിങ് എ വേർഡ് ഹിയർ. മറ്റേത് EAR സെയിം ആയിരിക്കും. പക്ഷെ EARന്റെ ഉമ്മർത്ത് നമ്മൾ ഒരു വേർഡ് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ എന്താവും? മീനിങ് മാറും. മീനിങ് മാറും. റൈറ്റ്? സോ ലെറ്റ് us study that. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ വേറെ റൈം പഠിപ്പിക്കുക. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ EAR. ഇവിടെ ഡി നിട്ടു അങ്കിള്. അപ്പൊ എന്താ പോകുന്നത്? ഡിയർ. ഡിയർ പറഞ്ഞ എന്താണ്? ഹലോ മൈ ഡിയർ മാനവ്. ഹലോ മൈ ഡിയർ ഋത്വി. ഡിയർ പറഞ്ഞു കഴിഞ്ഞാൽ someone close to you. ഡിയർ മമ്മി, ഡിയർ ഡാഡി, ഡിയർ മുത്തശ്ശ, ഡിയർ മുത്തശ്ശി. നമ്മൾ എന്താ പറയാ? ഡിയർ. അപ്പൊ അതെന്താ ചെയ്ത ഡിയർ? ഇത് മൂന്നെണ്ണം സെയിം ആണ്. EAR സെയിം ആണ്. നമ്മൾ ഒരു വേർഡ് ആഡ് ചെയ്തു. ആ വേർഡ് എന്താണ്? സോ വി ആഡഡ് വാട്ട് വേർഡ് ഹിയർ? റോഷൻ? ഡി ആഡ് ചെയ്തു. ഇത് മൂന്നും സെയിം ആണ്. കണ്ടോ? ഇത് ആഡ് ചെയ്തപ്പോ അതെന്തായി? ഡിയർ ആയി. റൈറ്റ്? ദാറ്റ് ഈസ് ദ ഫസ്റ്റ് വേർഡ്. നൗ സെക്കൻഡ് വേർഡ്, വെൻ ഐ എം റിമൂവിംഗ് ഡി, നമ്മൾ എന്താ ഇടാൻ പോണത്? എഫ്. അപ്പൊ എന്താവും വേർഡ്? ഫിയർ. വലിക്ക പറയൂ. ഫിയർ. വാട്ട് ഡു യു മീൻ ബൈ ഫിയർ? ഫിയർ എന്താണ്? പേടി. നമ്മൾ രാത്രി നടന്നു പോയിക്കൊണ്ടിരിക്കും, നടന്നു പോകണം. നമ്മള് അതന്നെ ഒരു ഭൂതത്തിനെ കാണും. അതിനെന്താവും? നമ്മള് പേടിക്കും. നീ പഠിക്കോ? ഭൂതത്തിനെ കണ്ട പഠിക്കോ? നീ പഠിക്കോ? ഭൂതത്തിനെ കണ്ട? ആരാ അവിടെ ഭൂതത്തിനെ കണ്ട പേടിക്കാത്ത ആള്? വിഹാനിധി പഠിക്കില്ല. ഭൂതത്തിനെ കണ്ട പേടിക്കോ? അയ്യോ, പേടിക്കോ? നീ പഠിക്കോ? അപ്പൊ പേടി നമ്മൾ എന്താ പറയാ ഇംഗ്ലീഷില്? വാട്ട് യു കോൾ പേടി ഇൻ ഇംഗ്ലീഷ്? ഫിയർ. നീയാണ് ഭൂതം, അതാണ് നീ പഠിക്കാത്തത്. ഓക്കെ, ഫിയർ. വാട്ട് ഈസ് ദാറ്റ്? ഫിയർ. അപ്പൊ ഫിയർ ശ്രീരാജ്, ഫിയർ പറഞ്ഞ എന്താണ്? പേടി. ഇതാ ഫിയർ പറഞ്ഞ എന്താണ്? ആദിക്ക് പേടിയില്ലേ? ആദിക്ക് നടക്കാൻ പേടിയില്ലേ? അതെന്താ കഥകളി? ഓക്കെ, അപ്പൊ ഫിയർ. ഫിയർ പറഞ്ഞ എന്താണ്? പേടി. വാട്ട് ഇസ് ദ ഫസ്റ്റ് വേർഡ്? ഡിയർ. വലിക്ക പറയൂ എല്ലാവരും. ഡിയർ. പിന്നെ നമ്മൾ
നമ്മൾ വേർഡ് എഫ് ആഡ് ചെയ്തു ഫിയർ. വലിക്കപ്പറ ഫിയർ. ഡിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പലരും അടുത്തുള്ള ആള്. ആരാ അടുത്തുള്ള ആള്? അച്ഛൻ, അമ്മ, റൈറ്റ്? കൃഷ്ണധ്വനി അടുത്തുള്ള ആളല്ലേ, കുഞ്ഞുവാവി. അപ്പൊ അവര് നമ്മൾ എന്താ പറയാ? ഡിയർ. Dear. Right? So what we did first is dear, second one is fear. Right? Let's go to the third word.